നമസ്കാരം. പ്രധാന വാർത്തകൾ. വിരമിക്കൽ തീരുമാനം പിൻവലിച്ചു. വീണ്ടും ബൂട്ടിടാൻ സുനിൽ ഛേത്രി. ആരാധകരെ ആവേശത്തിലാക്കി മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായ സുനിൽ ഛേത്രി തിരിച്ചെത്തുന്നു. വിരമിക്കൽ തീരുമാനം പിൻവലിച്ചാണ് താരം തിരിച്ചെത്തുന്നത്. 2027 AFC ഏഷ്യൻ കപ്പ് പോരാട്ടത്തിന്റെ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിൽ താരം കളിക്കും. ഈ മാസം 25-ന് ബംഗ്ലാദേശിനെതിരായ പോരാട്ടത്തിൽ ഇതിഹാസം തന്റെ രണ്ടാം വരവിൽ കളിക്കാനിറങ്ങും. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കുവൈറ്റിനെതിരായ ലോകകപ്പ് യോഗ്യതാ പോരാട്ടം 1-1 സമനിലയിൽ അവസാനിച്ചതിന് പിന്നാലെയാണ് 40-കാരനായ താരം വിരമിച്ചത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ 4ാമത്തെ താരമാണ് ഛേത്രി. മദ്യലഹരിയിൽ ആശുപത്രിയിൽ യുവാവിന്റെ അതിക്രമം. കല്ലേക്കാട് സ്വദേശി സതീഷാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ മേശ ഉൾപ്പെടെ തകർക്കാൻ ശ്രമിച്ചത്. യുവാവിനെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബന്ധുവിനൊപ്പം ചികിത്സയ്ക്കെത്തിയതായിരുന്നു യുവാവ്. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികൾ മുംബൈയിലെത്തിയതായി സൂചന. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് പെൺകുട്ടികൾ തിരൂരിൽ നിന്നും ട്രെയിൻ മാർഗമാണ് പോയത്. എടവണ്ണ സ്വദേശിയായ ഒരു യുവാവും പെൺകുട്ടികൾക്കൊപ്പം മുംബൈയിലേക്ക് പോയതായി പോലീസിന് വിവരം ലഭിച്ചു. യുവാവ് മുംബൈയിലേക്ക് പോയെന്ന വീട്ടുകാരും പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണം മുംബൈയിലേക്ക് പോലീസ് വ്യാപിപ്പിച്ചു. മലപ്പുറം താനൂരിൽ 2 പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം വ്യാപകമായി തുടരുകയാണ്. ഇന്നലെ ഉച്ചയോടെയാണ് താനൂർ ദേവദാർ സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഫാത്തിമ, ഷഹദ, അശ്വതി എന്നിവരെ കാണാതായത്. കോഴിക്കോട് 75-കാരിയെ കാണാനില്ലെന്ന് പരാതി. വനത്തിൽ വ്യാപക തെരച്ചിലുമായി അന്വേഷണ സംഘം. മംഗലം വീട്ടിൽ ജാനുവിനെയാണ് കാണാതായത്. ഇവർക്കായി കോടഞ്ചേരിയിലെ വനത്തിൽ വ്യാപക തെരച്ചിൽ നടന്നു വരികയാണ്. വയോധിക ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ടാസ്ക് ഫോഴ്സ്, എന്റെ മുക്കം സന്നദ്ധ സേന തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നാളെയും തിരച്ചിൽ നടത്തുമെന്നാണ് വിവരം. മുകേഷ് എവിടെയെന്നറിയില്ല, അത് അന്വേഷിക്കലല്ല തന്റെ പണി. ക്ഷുഭിതനായി ഗോവിന്ദൻ. CPM സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്ത് സ്ഥലം MLA ആയ മുകേഷിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ക്ഷോഭിച്ച് MV ഗോവിന്ദൻ. മുകേഷ് എവിടെയാണെന്ന് തനിക്ക് അറിയില്ലെന്നും അത് അന്വേഷിക്കലല്ല തന്റെ പണിയെന്നും അത് നിങ്ങൾ പോയി അന്വേഷിക്കണമെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം CPM സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ സ്ഥലം MLA മുകേഷിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ കൊല്ലത്തെ പരിപാടികളിൽ നിന്ന് അപ്രഖ്യാപിത വിലക്ക് CPM ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ മുകേഷ് എത്താതിരുന്നത്. സമ്മേളനം ആരംഭിക്കും മുമ്പ് കൊച്ചിയിലേക്ക് പോയ മുകേഷ് സമ്മേളനം കഴിഞ്ഞ് മാത്രമേ തിരികെ എത്തൂ എന്നാണ് സൂചന.